കഴിഞ്ഞ വീക്കെൻഡിൽ എവിടെയെങ്കിലും നമുക്കൊന്ന് പോയാലോ എന്ന ചോദ്യത്തിന് നമ്മൾ എത്തി നിൽക്കുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെന്റിന്റെ കടലുണ്ടി ബേർഡ് സാനിറ്ററിയിലാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ പുഴയിലൂടെയുള്ള തോണിയാത്ര തന്നെയാണ്. പിന്നെ കണ്ടൽക്കാടുകളും ദേശാടന പക്ഷികളും ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. അവൾ കുഞ്ചി പറഞ്ഞ കഥ ഞങ്ങളുടെ ഈ യാത്രയിൽ തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു ഫാമിലിയും ഈ തോണിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അവരും ഞങ്ങളുടെ പാട്ടിനൊത്ത് എൻജോയ് ചെയ്തു കേട്ടോ. ഈ തോണി തൊഴുന്ന ചേട്ടൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വിവരിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു ഭാഗത്തേക്ക് ചെന്നാൽ അവിടെ ഈ തോണിയിൽ ഇരുന്ന് തന്നെ കച്ചവടം ചെയ്യുന്നവരുണ്ട്. ചെറിയ സ്നാക്സും വെള്ളവും സർബത്തും ഒക്കെ കേട്ടോ. പിന്നെ ഇവിടെ മുരുവരച്ചി സുലഭമായി കിട്ടും. അതും അവിടെ ഒരു പ്ലേറ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ഇത് തോണിയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് അവിടെ നിന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ. ആ ദൂരെ കാണുന്ന പാലം 2002 കേരളത്തിൽ നടുക്കിയ ട്രെയിൻ അപകടം നടന്ന പാലമാണ് കേട്ടോ. കടലുണ്ടി പുഴയിലേക്ക് അന്ന് ട്രെയിനിന്റെ ബോഗികൾ വീണ് ഒരുപാട് പേരുടെ ജീവനാണ് അന്ന് ആ അപകടത്തിൽ ഇല്ലാതായത്. കണ്ടൽക്കാടുകൾ തന്നെ വിവിധ തരമുണ്ട്. നക്ഷത്രക്കണ്ടൽ, ഉപ്പട്ടിക്കണ്ടൽ, പ്രാതൽ കണ്ടൽ എന്നിങ്ങനെ. പക്ഷേ നമ്മൾ വന്ന സമയം വെള്ളം കുറവായതിനാൽ ആ കണ്ടൽ വനത്തിന്റെ ഉള്ളിലേക്ക് കൂടുതൽ പോവാൻ സാധിച്ചില്ല കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റി. സീസൺ അല്ലാത്തതിനാൽ അധികം ദേശാടന പക്ഷികളെയും കാണാൻ സാധിച്ചില്ല. പക്ഷേ ഈ പുഴയിലൂടെയുള്ള യാത്ര ഞങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. ഇവിടുത്തെ സമയവും ഇതിൻ്റെ ചാർജിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. നിങ്ങളും ഈ പറുദീസയിലേക്ക് ഒരു വട്ടമെങ്കിലും വന്നു നോക്കൂ, ഇഷ്ടപ്പെടും തീർച്ചയായും.